In the last class, we had seen the potential due to a single point charge. We have seen that potential due to charge q at a distance r from it is 1 by 4 pi epsilon q by r. Here the charge is placed in free space. Free space means it can be air or vacuum. Now if the charge is situated in a medium of relative permittivity k, then the potential due to the charge is given by V is equal to 1 by 4 pi epsilon 0 k q by r. Epsilon 0 into k equal to epsilon, the permittivity of the medium. ഈ എപ്സിലോൺ സീറോന് പകരം എപ്സിലോൺ സീറോ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. അതിന് പകരം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? എപ്സിലോൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എപ്സിലോൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം. എപ്സിലോൺ ഈക്വൽ ടു എപ്സിലോൺ സീറോ ഇൻറ്റു കെ. അപ്പോൾ പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം ആണ് വലിയ ക്വാണ്ടിറ്റി. എപ്സിലോൺ പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം എന്ന് പറയുന്നത് എപ്സിലോൺ സീറോ ഇൻറ്റു കെ ആണ്. അപ്പോൾ വി ഈക്വൽ ടു 1 by 4 pi എപ്സിലോൺ സീറോന് പകരം ഹിയർ ഇറ്റ് ഇസ് എപ്സിലോൺ. എപ്സിലോൺ എന്ന് പറയുന്നത് എപ്സിലോൺ സീറോ കെ ക്യൂ ബൈ ആർ. ഇനി ഒരു ചാർജ് കാരണമുള്ള പൊട്ടൻഷ്യലാണ് ഇത്. അപ്പോൾ ദർ ഇസ് എ സിംഗിൾ ചാർജ് q and we have seen the potential due to q at the point P. Now suppose there are a large number of charges. Suppose there is charge q1 at distance r1 from P. Then there is another charge q2 at distance r2 from P. Then there is another charge q3. This charge is at a distance r3 from P. Then what is the total potential at P due to all the three charges? To find that, we just have to add the potential due to each charge. പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് വർക്ക് ഡൺ ആണ്. അതൊരു സ്കാലാർ ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ അതിൽ ഡയറക്ഷൻ ഇല്ല. സ്കാലാർ ആയതുകൊണ്ട് വെറും ആൾജിബ്രൈക്ക് അഡീഷൻ ചെയ്താൽ മതി. അപ്പോൾ പൊട്ടൻഷ്യൽ ടോട്ടൽ potential is equal to potential due to charge 1 plus potential due to charge 2 plus potential due to charge 3. അതാണ് ടോട്ടൽ പൊട്ടൻഷ്യൽ അറ്റ് വി. അപ്പോൾ ഇതിൽ 1 by 4 pi epsilon 0 q1 by r1 plus 1 by 4 pi epsilon 0 q2 by r2 plus 1 by 4 pi epsilon 0 q3 by r3. അപ്പോൾ ഇതിലെല്ലാത്തിലും കോമൺ ആയിട്ട് എന്തുണ്ട്? 1 by 4 pi epsilon 0 ഉണ്ട്. ദാറ്റ് ക്യാൻ ബി ടേക്കൺ ഔട്ട്സൈഡ്. ആൻഡ് വാട്ട് ഈസ് ഇൻസൈഡ് ഈസ് q1 by r1 plus q2 by r2 plus q3 by r3. സിസ്റ്റം ഓഫ് 3 ചാർജസ് ആണെങ്കിൽ. ഇനി കുറേ ചാർജസ് ഉണ്ടെങ്കിൽ നമ്മളത് എക്സെട്ര എന്ന് വരും അല്ലേ? കുറേ ടേംസ് സം ഓഫ് n ടേംസ് ഉണ്ടാവും. n ചാർജസ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ലാസ്റ്റ് ടേം qn ബൈ rn എന്ന് വരും. അപ്പോൾ ഇതിനെ നമ്മൾ ചെറുതാക്കി എഴുതാൻ വി ക്യാൻ യൂസ് ഈ സമ്മേഷൻ വരും വി ക്യാൻ യൂസ് ദ ലെറ്റർ സിഗ്മ നൊട്ടേഷൻ. സിഗ്മ ഉപയോഗിച്ചിട്ട് സിഗ്മ ജെ ഫ്രം 1 to n ജെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഐ ഏതെങ്കിലും ഒരു ലെറ്റർ എനി ലെറ്റർ ഓഫ് ദ ആൽഫബറ്റ് ഉപയോഗിച്ച് ക്യൂ ജെ ബൈ ആർ ജെ. സിഗ്മ ജെ ഫ്രം 1 to n ക്യൂ ജെ ബൈ ആർ ജെ എന്ന് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ജെയിൻ്റെ വാല്യൂ ആദ്യം 1 എടുക്കണം. അപ്പോൾ q1 ബൈ r1 പ്ലസ് പിന്നെ 2 q2 ബൈ r2 പ്ലസ് q3 ബൈ r3 അങ്ങനെ ലാസ്റ്റ് n വരെ ചെയ്യണം സമ്മേഷൻ. അപ്പോൾ ഇതിനെ തന്നെ നമ്മൾ ആ സം ഓഫ് n ടേംസിനെയാണ് സിഗ്മ എന്നുള്ള നൊട്ടേഷൻ ഉപയോഗിച്ച് ചെയ്യുന്നത്. So this is the potential due to n charges. Just algebraically direction ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് ആഡ് ചെയ്തു. ഇനി അടുത്ത ടോപ്പിക്ക് നോക്കുക. പൊട്ടൻഷ്യൽ ഡ്യൂ ടു ചാർജ്ഡ് സ്ഫെറിക്കൽ ഷെൽ. ചാർജ് പ്ലസ് ക്യൂ ഒരു ഷെല്ലിന് കൊടുത്തു കഴിഞ്ഞാൽ ഷെല്ലിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ R ആണ്. അപ്പോൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് എ ഡിസ്റ്റൻസ്
സ്മോൾ ആർ ഫ്രം ദ സെൻറ്റർ എന്ന് പറയുന്നത് 1/4πε0 Q/r ആണ്. ഒരു സ്ഫെറിക്കൽ ഷെല്ലിൽ നമ്മൾ ചാർജ് കൊടുത്താൽ ആ ചാർജ് മുഴുവൻ അതിൻ്റെ സെൻറ്ററിൽ കോൺസെൻട്രേറ്റ് ചെയ്ത പോലെയാണ് ആക്ട് ചെയ്യുന്നത്. കാരണം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഡ്യൂ ടു എ സ്ഫെറിക്കൽ ഷെൽ, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ റേഡിയൽ, ദേ ആർ ആക്ടിങ് അലോങ് ദ റേഡിയസ്. അതുകൊണ്ട് ചാർജ്ഡ് സ്ഫിയർ എന്തിന് തുല്യമാണ്? എല്ലാ ചാർജും ആ സ്ഫിയറിൻ്റെ സെൻറ്ററിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ എങ്ങനെയാണോ അതുപോലെയാണ് അത് ആക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇതാണ് ഒരു സ്ഫെറിക്കൽ ഷെൽ. ഷെൽ പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഹോളോ ആണ്, പുറത്ത് ആ പുറംതോട് മാത്രമേ സോളിഡ് ആയിട്ടുള്ളൂ. അതിൽ നിന്നുള്ള ഫീൽഡ് ലൈൻസ് സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ റേഡിയൽ ഡയറക്ഷൻ എലോങ് ദ റേഡിയസ് ഇങ്ങനെ പുറത്തേക്ക് ഫീൽഡ് ലൈൻസ് വരികയാണ്. അപ്പോൾ ഷെല്ലിൽ ഉള്ള ചാർജ് ഈ സർഫസിൽ മാത്രമാണ് ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ബിഹേവിയർ, ഇലക്ട്രിക് ഫീൽഡിൻ്റെ ബിഹേവിയർ എങ്ങനെയാണ്? ഇറ്റ് ഈസ് കമ്മിങ് റേഡിയലി ഔട്ട്വേർഡ്സ് and it looks as if the entire charge of the shell is concentrated at the center. So we can say the potential due to a spherical shell is equal to 1/4πε0 Q at the point P ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെങ്കിൽ P ഔട്ട്സൈഡ് ദ ഷെല്ലാണ്, ഈ ഡിസ്റ്റൻസ് R ആണെങ്കിൽ 1/4πε0 Q/r. P is a point outside the shell. ഇനി P എന്നുള്ള പോയിൻ്റ് സർഫസിലാണെങ്കിലോ ഡിസ്റ്റൻസ് സ്മോൾ ആർ എന്നുള്ളതിന് പകരം ക്യാപിറ്റൽ ആർ, ഇത് ഔട്ട്സൈഡ്. പി സർഫസിലാണെങ്കിൽ ദ പൊട്ടൻഷ്യൽ വിൽ ബി 1/4πε0 Q/R. ഇനി പി എന്നുള്ള പോയിൻ്റ് ഇൻസൈഡ് ആണെങ്കിൽ വി ഇൻസൈഡ് ഈസ് ഈക്വൽ ടു ദ പൊട്ടൻഷ്യൽ ഓൺ ദി സർഫസ്. സർഫസിലുള്ള പൊട്ടൻഷ്യൽ തന്നെയാണ് ഇൻസൈഡുള്ള പൊട്ടൻഷ്യലും, അതായത് 1/4πε0 Q/R തന്നെയാണ്. വാട്ട് ഈസ് ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇൻസൈഡ് ദ ഷെൽ? അത് നമ്മൾ ഗോസസ് ലോ വെച്ച് നോക്കുകയാണെങ്കിൽ വാട്ട് ഈസ് ദ ചാർജ് എൻക്ലോസ്ഡ് ഇൻ ദ ഷെൽ? Q എൻക്ലോസ്ഡ് എന്ന് പറയുന്നത് ഈ ഷെല്ലിൻ്റെ ചാർജ് മുഴുവൻ അതിൻ്റെ സർഫസിലാണ് ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കുന്നത്. സോ ചാർജ് എൻക്ലോസ്ഡ് ഇസ് ഈക്വൽ ടു 0. ദെർഫോർ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഇൻസൈഡ് ദ ഷെൽ E inside equal to 0. E inside 0 ആണെങ്കിൽ നമുക്കറിയാം dV/dr ഈക്വൽ ടു ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. അപ്പോൾ V ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ഇത് 0 ആവണമെങ്കിൽ E എന്നുള്ളത് 0 ആയാൽ V is a constant and the constant value of V എന്ന് പറയുന്നത് it is equal to 1/4πε0 Q/R. അപ്പോൾ നിങ്ങൾ ആ ടോപ്പിക്ക് നോക്കുക. ഞാൻ അയച്ചു തന്ന ഫോട്ടോസ്റ്റാറ്റിലെ രണ്ടാമത്തെ ഫോട്ടോസ്റ്റാറ്റ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസിലെ നോട്ട്സാണിത്. അപ്പോൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഔട്ട്സൈഡ് എഴുതി, അറ്റ് ദ സർഫസ് ആകുമ്പോൾ Q/R എന്ന് എഴുതി. പിന്നെ ഇൻസൈഡ് എ ചാർജ്ഡ് സ്ഫെറിക്കൽ ഷെൽ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി 0. Within the shell it has the same value and it's equal to the potential on the surface.